ഞാൻ പോയ പിന്നെ യുണൈറ്റഡിന്റെ കളി എവിടെയോ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഇമ്പൾസ് ആയിട്ട് ആൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ജനറലി. ഒരു പെട്ടെന്നൊരു കാര്യം പറഞ്ഞ ആൾക്ക് ആളാവാനൊരു ഞാനാണ് ഇത് ആദ്യം തുടങ്ങിയത്, ഞാനാണ് ഇതിന്റെ ഫസ്റ്റ്, അങ്ങനെ ഒരു. ഹായ് എവ്രിവൺ, ചായങ്കറിയുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലോൺ മസ്കിന് നമ്മളെ മാർസിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ലെറ്റ്സ് ഡിസ്കസ്. പലരും ഇലോൺ മസ്കിന് ഒരു ലൂണറ്റിക് സയന്റിസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരു കാരണം ആളുടെ ഒരു ചില ട്വീറ്റുകളും ചില സമയങ്ങളിൽ ആളുടെ ഡിസിഷൻസും എല്ലാം കാണുമ്പോൾ ഒരു ലൂണറ്റിക് ജീനിയസ് എന്നാണ് ആൾക്കാർ ഇലോൺ മസ്കിനെ പറ്റി പറയുന്നത്. എന്താണ് അൻവറിന്റെ ഒപ്പീനിയൻ? എന്താണ് ഇതിനെപ്പറ്റി? ഇല്ല, ആളൊരു ജീനിയസ് തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ബേസിക്കലി ആളൊരു എഞ്ചിനീയർ ആണ്. അതിനുപരി എനിക്ക് തോന്നുന്നു അയാള് ഒരു ബെറ്റർ ബിസിനസ്മാൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ആൾക്ക് നന്നായി ഓൾറെഡി എക്സിസ്റ്റിംഗ് ടെക്നോളജിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനുള്ള കഴിവൊക്കെ ആൾക്കുണ്ട്. ബ്രാൻഡിങ് അയാളുടെ അടിപൊളിയാണ്. പിന്നെ ബിസിനസ് സ്കിൽസ് അടിപൊളിയാണ്. ഇപ്പൊ ആള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇല്ല, ആള് നല്ലൊരു എഞ്ചിനീയർ ആണ്. ആൻഡ് ഇപ്പോ എനിക്ക് തോന്നുന്നത് ആള് ഒരു ബെറ്റർ ബിസിനസ്മാൻ ആണ് എന്നാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. ഈ സ്പേസ് എക്സിന്റെ ഇതിലേക്ക് വരുമ്പോ എന്താ തോന്നുന്നത്? സ്പേസ് എക്സ് ആണ് ആള് ഫൗണ്ടർ ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ടെസ്ല ആളല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ആള് അതിലേക്ക് വന്നു ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജീനിയസ് ആണോ ഉള്ള കാര്യം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് കുറെ തരത്തിൽ അയാളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതിൽ നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു വിവാദം പ്രത്യേകിച്ചിട്ടും, അതായത് ആള് ഡെയിലി 110ഓളം ട്വീറ്റുകൾ ചെയ്യുന്ന ഒരാളാണ്. അത് കൂടാണ്ട് മൾട്ടിപ്പിൾ കമ്പനികൾ ആള് സിഇഒ ആയിട്ട് ഇതാണ്. അതായത് 110 ട്വീറ്റ് ഒരു ദിവസം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ 9-10 മിനിറ്റിലും എണീറ്റിരിക്കുന്ന ഓരോ 9-10 മിനിറ്റിലും ഒരു ട്വീറ്റ് ചെയ്യണം. അത് കൂടാണ്ട് ആൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഈ ട്വീറ്റിന് റിപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക്. ഇത് കൂടാണ്ട് ആള് 5-6 കമ്പനികളുടെ, 5-6 എനിക്ക് എത്ര കറക്റ്റ് കമ്പനികളുടെ എണ്ണം അറിയില്ല, അത്ര കമ്പനികളുടെ സിഇഒ ആണ്. ഇപ്പൊ ഡോജ് എന്ന് പറഞ്ഞ സാധനത്തിലുണ്ട്. അപ്പൊ എവിടെയോ എന്തോ. പിന്നെ വീഡിയോ ഗെയിമിങ്ങിൽ ആള് ടോപ്പ് 20-ലുള്ള ഒരാളാണെന്ന് പറയുന്നത് പാത്ത് എക്സൈൽ എന്നുള്ള സാധനത്തില്. അപ്പൊ ഇതൊന്നും അങ്ങോട്ട് ഏടപ്പാവണില്ല, കണക്കുകളൊന്നും ശരിയാവണില്ല. കാരണം ഇങ്ങനെ ഓരോ 10 മിനിറ്റിലും ട്വീറ്റ് ചെയ്യുന്ന ഒരാൾക്ക്, ഒന്നില്ലെങ്കിൽ സിഇഒ എന്ന് പറയുന്ന ആള് ഒരു കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കമ്പനി സിഇഒ ട്വീറ്റ് തന്നെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. മാനേജറൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെയോ? ഇതെങ്ങനെയുണ്ട് ചോദിക്കുമ്പോ എന്നാലും കുറെ ടൈം എടുക്കും അതിന്, അല്ലേ? ജസ്റ്റ് ഒന്ന് അപ്രൂവ് അല്ലെങ്കിൽ ചെയ്യാനായിട്ട്. എന്തായാലും പാത്ത് ടു എക്സൈൽ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഗെയിം, ഞാൻ ഗെയിമർ അല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-24 മണിക്കൂറും ഒരിക്കലും പോകാണ്ടിരുന്ന് കളിക്കുന്ന ഗെയിമേഴ്സിനാണ് അതിന്റെ ടോപ്പ് 20-യിലൊക്കെ എത്താൻ പറ്റണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗെയിമർമാരുടെ റിയാക്ഷനിൽ നിന്ന്. അപ്പൊ അത്രയും നേരം ഇരുന്ന് കളിക്കാൻ എന്തായാലും ഈ സിഇഒക്ക് പറ്റില്ല. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഇലോൺ മസ്കിന് നമ്മളെ മാർസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആളെ കൊണ്ട് നമ്മൾക്ക് മാർസിൽ എത്തിക്കാൻ നമ്മളെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ആളൊരു എന്താ പറയാ, ഒരു ഇമ്പൾസ് ആയിട്ട് ആൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ജനറലി. ഒരു പെട്ടെന്നൊരു കാര്യം പറഞ്ഞ ആൾക്ക് ആളാവാനൊരു ഞാനാണ് ഇത് ആദ്യം തുടങ്ങിയത്, ഞാനാണ് ഇതിന്റെ ഫസ്റ്റ്, അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിനു വേണ്ടി ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് രാധികയുടെ ചോദ്യത്തിൽ നിന്നുണ്ട് ഇലോൺ മസ്കിന്റെ ബ്രാൻഡിങ് ഭയങ്കര സക്സസ്ഫുൾ ആണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇലോൺ മസ്ക് നമ്മളെ മാസിലേക്ക് കൊണ്ടുപോകുമോ എന്നാണ് ചോദ്യം. ആക്ച്വലി അത് കൂടുതൽ അതിന് സാധിക്കുക നാസയ്ക്കാണ്, ഇലോൺ മസ്കിനല്ല. ഇലോൺ മസ്ക് നാസയാണ് കുറെ വർഷങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണത്.
ഇപ്പൊ നാസയുടെ തന്നെ 2 ആക്റ്റീവ് റോവേഴ്സ് മാർസിലുണ്ട്. നാസ ഓൾറെഡി 5 റോവേഴ്സ് അവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നാസയാണ് ഏറ്റവും കൂടുതൽ പേടകം അല്ലെങ്കിൽ റോക്കറ്റ്സ് അങ്ങോട്ട് വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ നാസയുടെ കയ്യിലാണ് അതിന്റെ ഡേറ്റയും എല്ലാ എഞ്ചിനീയറിംഗ് ഡേറ്റയും എല്ലാ R&D നാസയുടെ കയ്യിലാണ്. നാസ ഇപ്പോഴും ഇലോൺ മസ്ക് ആളെ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ മാസ് കോളനൈസ് ചെയ്യാനുള്ള ഒരു ഇല്ല, നമ്മൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ട പഠനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നാസയാണ്. ഓക്കെ, അപ്പൊ ടെക്നിക്കലി നാസയ്ക്കാണ് അല്ലെങ്കിൽ ചൈനയ്ക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ചൈനയുടെ ഒരു റോവർ അവിടെ മാസത്തിലുണ്ട്. കാരണം ഈ ഡേറ്റ എല്ലാം ചൈനയുടെ കയ്യിലോ അല്ലെങ്കിൽ നാസയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോ ഈ ഇവിടേക്ക് നമ്മളെ ഇലോൺ മസ്കിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള തന്നെ ആളുടെ ബ്രാൻഡിങ് വിജയിച്ചിട്ടുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എലോൺ മസ്ക് കൊണ്ടുപോകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലെങ്കിലും മനുഷ്യരെന്തായാലും ഒരിക്കൽ മാർസിലെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരിക്കലെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും എത്തും എന്നുള്ളത്. അത് നമ്മളുടെ ജീവിതകാലത്തായിരിക്കണം എന്നില്ല ചിലപ്പോ, പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് എന്തായാലും എത്തും. പിന്നെ ഇന്നത്തെക്കാളും സ്പീഡിൽ എത്താനും സാധ്യതയുണ്ട്. അത് എലൺ മസ്ക് വഴി ആവുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പക്ഷെ എലൺ മസ്കിന് അന്നൂർ പറഞ്ഞ പോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ബ്രാൻഡിങ്ങും അതിലൊക്കെ ആൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ച ചെയ്യാനുള്ള കാരണം തന്നെ ആവുന്നത്. അതിനു മുന്നേ ഇതുപോലെ ഒരു വ്യക്തി നമ്മളെ കൊണ്ടുപോകുമോ എന്നുള്ളത് ആരും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. അത് അയാളുടെ വിജയമാണ്. കാരണം അൻവർ പറഞ്ഞ പോലെ നാസ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു സ്പേസിൽ നല്ല വിജയം പ്രാപിച്ച ഒരു രാജ്യത്തിന് അവിടെ എത്താൻ പറ്റുമെന്നാണ് മുന്നൊക്കെ ചർച്ച ഉണ്ടായിരുന്നത്. ഇപ്പൊ കോൾഡ് വാറിന്റെ ടൈമിൽ തന്നെ റഷ്യയും റഷ്യ അല്ല, അന്നത്തെ USSRും US ആണ് അന്ന് മത്സരിച്ചിരുന്നത്. ആദ്യം ബഹിരാകാശത്തെത്തുന്ന മനുഷ്യൻ, ആദ്യം ചന്ദ്രനിലെത്തുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് 2 കൺട്രീസ് ആണ്. നമ്മ ഒരിക്കലും ഒരു വ്യക്തി കൊണ്ടുപോകുക എന്നുള്ളൊരു ചർച്ച വന്നത് തന്നെ അയാളുടെ വിജയമായിട്ടാണ് ഞാൻ. അതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാസ കുറെ ഡെക്കേഡ്സ് ആയിട്ട് ഇവിടുന്ന് റോക്കറ്റ്സ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അവരുടെ റോക്കറ്റ്സ് അയക്കുന്നുണ്ട് കാർഗോ എത്തിക്കാൻ വേണ്ടി. പക്ഷെ അതൊന്നും ഒരു വലിയൊരു ന്യൂസ് ആയിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ സ്പേസ് എക്സ് അത് നാസയും സ്പേസ് എക്സും കൂടി 2.1 ബില്യന്റെ ഒരു കോൺട്രാക്ട്, ഒരു കരാറ് ചെയ്തിട്ട് സ്പേസ് എക്സ് കാർഗോ ഇപ്പോ എത്തിക്കുന്നുണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക്. അതിന്റെ ന്യൂസ് ഭയങ്കരമാണ്. എപ്പോ നോക്കിയാലും അതായിരുന്നു. ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. സ്പേസ് എക്സ് കാർഗോ എത്തിക്കുന്നു, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഭയങ്കര സംഭവം. പക്ഷെ നാസ കുറെ ഡെക്കേഡ്സ് ആയിട്ട് അത് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മള് സാധാരണക്കാരത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അതാണ് ഇവിടെ സ്പേസ് എക്സിന്റെ ഈ പറഞ്ഞ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം ഇതില് വരുന്നത്. രാസ പറഞ്ഞ വേറൊരു പോയിന്റ് ഞാൻ നോട്ടീസ് ചെയ്തത് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പം അറ്റ് മൊമെന്റ് ഈ റോവേഴ്സ് എത്തിക്കാൻ തന്നെ ഇപ്പോൾ 7 months എടുത്തു. 2 monthsന്റെ എന്തൊക്കെയോ പ്രിപ്പറേഷൻ ഒക്കെ കൂടി ഏകദേശം 7 to 9 months ആണ് എടുത്തത് റോവേഴ്സ് എത്തിക്കാൻ. ഇപ്പൊ നമ്മള് ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ലോങ് ടേം പ്ലാൻ 45 days മാർസിലേക്ക് എത്തിക്കാന്നാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഒരു എന്താ പറയാ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഡ്രീം കണ്ടിട്ടാണ് മനുഷ്യന്മാർ ഇതുവരെ, അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഡ്രീമുകളാണ് മനുഷ്യന്മാർ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് കാണുന്ന വിഷൻ, അതായത് ഇപ്പൊ നമ്മൾ പറയും പല സാഹിത്യ കൃതികളിലും വിമാനത്തിന്റെ അതിരൂപം വന്നിരുന്നു, റോക്കറ്റിന്റെ അതിരൂപം വന്നിരുന്നു. അതൊക്കെയാണ് മനുഷ്യന്മാരെ സത്യത്തിൽ അത് കണ്ടുപിടിക്കാൻ പിന്നീട് വഴിതെളിയിച്ചത്. അപ്പോ അങ്ങനെ ഒരാൾ ഡ്രീം കാണുന്നത് നല്ലതാണ്. അങ്ങനത്തെ ഡ്രീമേഴ്സിന് മനുഷ്യരാശിക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് ടെക്നിക്കലി മാസിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇപ്പോ മാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്തുകൊണ്ട് നമ്മള് മാസിലേക്ക് പോകണം? അതെനിക്ക് തോന്നുന്നു മെയിൻ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ അതേ ഡേ നൈറ്റ് ടൈമാണ്. ഏകദേശം 37 മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോ അത് സെയിമാണ്. പിന്നെ ആക്സിസ് ടിൽറ്റഡ് ആണ്. നമ്മളെ പോലെ തന്നെ ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്, ഏകദേശം ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്. പിന്നെ മാസിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാവിറ്റി കുറവാണ്. 1/3 35% അങ്ങനത്തൊക്കെ ഉള്ളൂ. അതാണ് ഒരു പ്രശ്നം. അത് വലിയ പ്രശ്നമല്ല, പക്ഷെ അതൊരു പ്രശ്നമാണ്. വേറെ പ്രശ്നം എന്ന് പറയുന്നത് എയർ കുറച്ചുകൂടി തിന്നാണ്, അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി തിന്നാണ്. ഗ്രാവിറ്റി കുറഞ്ഞുകൊണ്ട് അറ്റ്മോസ്ഫിയർ
വളരെ തിന്നാണ്, കുറച്ചുകൂടി thin ആണ്. ഡെൻസിറ്റി കുറവാണ്. അതെ. പിന്നെ ടോക്സിക് എയർ ആണ് അവിടെ ഉള്ളത്. 96% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ടോക്സിക് എയർ. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോ ഇതിനു വേണ്ടിയിട്ടാണ് നാസ എന്ത് ചെയ്തിരിക്കുന്നത്, റോവേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി. മെയിൻ അവരുടെ റോവേഴ്സിന്റെ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീവൻ ഉണ്ടായിരുന്നോ, ഇതിനു മുന്നേ ജീവൻ ഉണ്ടായിരുന്നോ എന്ന് പഠിക്കലാണ്. ഇപ്പൊ ഏറ്റവും അവസാനം കൊണ്ട് പോയിട്ടുള്ള പെർസെവറൻസ് എന്ന് പറയുന്ന റോവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടായില്ല, ആ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് എടുത്തിട്ട് ഒരു ഒരു ഇതില് അത് വെച്ച് അത് അവിടെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഒരു ട്യൂബിലാക്കിയിട്ട് അത് അവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത ഭാവിയിൽ വരുന്ന റോവേഴ്സ് ആ ട്യൂബ്സിനെ എടുത്ത് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അത് ഇവിടെ വന്ന് അനലൈസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും നമുക്ക് ഒരു റോവറിനെ അങ്ങോട്ട് കൊണ്ടുപോയി അതേ റോവർ കൊണ്ട് തന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നാസ കോൺഫിഡന്റ് അല്ല എന്തായാലും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മാർസിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളത് ഒരു റിസ്ക് എലമെന്റ് അവിടെ ഉണ്ട്. അത് അപ്പോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ചെയ്യാൻ പറ്റും. നാസയ്ക്ക് ആയാലും ഏത് ഏജൻസിക്ക് ആയാലും ചെയ്യാൻ പറ്റും. പക്ഷെ അതില് കുറെ റിസ്ക് എലമെന്റ്സ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നമ്മൾ കുറച്ച് മനുഷ്യന്മാരെയാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അവര് തിരിച്ച് സുരക്ഷിതമായി കൊണ്ടുവരണം എന്നുള്ളത് നാസയുടെ ആയാലും ഏത് ഏജൻസിയുടെ ആയാലും ശരി ഇപ്പൊ അവരുടെ ഉത്തരവാദിത്തമാണ്. ജീവനുണ്ടോ ഇല്ല എന്നുള്ളത് ഇങ്ങനത്തെ വലിയ ടെസ്റ്റുകൾ നടത്തിയിട്ടായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷെ ഉപഗ്രഹങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റും. ജലത്തിന്റെ സാന്നിധ്യം നമ്മള് ചിന്തിക്കുന്നത് പ്രകാരം ജീവൻ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണല്ലോ. ജലത്തിന്റെ അങ്ങനെ വല്ല പഠനങ്ങൾ അങ്ങനെ താങ്കൾ കണ്ടിട്ടുണ്ടോ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു കനാൽ ഷേപ്പിലൊക്കെ ആയിട്ടുള്ള ഒരു ചാനൽസ് പോലെയൊക്കെ മാർസിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചപ്പോ അവര് ആദ്യം ഓക്കെ അവിടെ വെള്ളം ഉണ്ട് എന്നുള്ള ഒരു ഇതിലാണ് പോയത്. അപ്പൊ ലൈഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇതിലാണ് നാസ, ആ വഴിക്കാണ് നാസ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. കാരണം വെള്ളം പോകുന്ന പോലത്തെ ഒരു പാത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ റോവർ അവിടെ ലൈഫ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പോയത്. അപ്പൊ അവിടെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഈ വെള്ളം എല്ലാം അവിടുത്തെ അറ്റ്മോസ്ഫിയറിന്റെ പ്രശ്നവും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് പോയതിന്റെയും എല്ലാത്തിന്റെയും ഭാഗമായിട്ട് ഈ പറഞ്ഞ വെള്ളം എല്ലാം ഫ്രോസൺ ആണ് എന്നുള്ളതാണ്. അവിടെ അവിടുത്തെ ടെമ്പറേച്ചർ അതായത് രണ്ട് തിയറിയാണുള്ളത്. ഒന്ന് രാണി പറഞ്ഞ പോലെ ഫ്രോസൺ ആയി പോയി. അതായത് ഇത് രണ്ടും ഇന്ത്യയുടെ ഞാൻ പറയുന്നത്, അതായത് എർത്ത് ആയിരുന്നാലും ശരി മാസ് ആയിരുന്നാലും ശരി രണ്ടും ഏകദേശം ഒരേ സമയത്താണ് ഇത് ഉണ്ടായത്. ഈ രണ്ട് പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു അല്ലെ. അതിനുശേഷം മാർസിന് എന്തോ സംഭവിച്ചു. അതിൽ പ്രധാന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിന്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് പോയി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്സ് പോയപ്പോ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് സണ്ണിൽ നിന്ന് വരുന്ന ഈ റേഡിയേഷൻസ് ഉണ്ടല്ലോ, എക്സ്ട്രീം റേഡിയേഷൻസ്, അതെല്ലാം തടുക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും അത് ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ പ്ലാനറ്റിനുണ്ട്. അറോറ എല്ലാം അതിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോ അതിന് വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ആ കാണുന്നത്. പക്ഷെ അത് മാർസിന് ഒരു സമയത്ത് ഇല്ലാണ്ടായി പോയി. അത് ഇല്ലാണ്ടായി പോയപ്പോ മാർസിന് പിന്നെ അതിന്റെ ഗ്രഹത്തിലുള്ള വെള്ളം ഇതെല്ലാം അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി. അത് ഒന്നില്ലെങ്കിൽ അത് പുറത്തേക്ക് പോയി, ഔട്ടർ സ്പേസിലേക്ക് പോയി, അല്ലെങ്കിൽ അത് ഫ്രീസായി. കാരണം ടെമ്പറേച്ചർ കുറഞ്ഞതോടെ അത് ഫ്രീസായിട്ട് പോയി. കാരണം നമ്മൾ ഇപ്പോഴും പോളാർ സ്പേസുകളില് മാർസിന്റെ പോളാർ റീജിയനുകളിൽ ഐസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ആ ഐസ് കാണുന്നതുകൊണ്ട് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്ട്രീമുകളുടെ അത് പറഞ്ഞ പോലെ ഫ്രോസൺ ആയിട്ടുള്ള സ്ട്രീമുകളുടെ ആ പാട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ശക്തമായി നമ്മളിപ്പോഴും വിചാരിക്കുന്നത് അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. 3.1 ബില്യൺ ഇയേഴ്സ് എഗോ ലൈഫ് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത. ഇപ്പൊ ലൈഫ് ഇല്ല എന്നുള്ള ഏകദേശം തീരുമാനമായിട്ട് ലൈഫ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സ്റ്റഡീസിലാണ് ഇപ്പോ നാസ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 ഡിഗ്രി ടു -153 ആണ് ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് യൂട്യൂബിൽ വീഡിയോ എല്ലാം കാണാൻ പറ്റും. ഈ പെർസെവറൻസിന്റെ ഈ എടുക്കുന്ന ഫോട്ടോസിലുണ്ടല്ലോ, അപ്പോൾ ഉള്ള കറന്റ് ടെമ്പറേച്ചർ -94 ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ വളരെ പ്രതികൂലമായിട്ടുള്ള
ഒരു കാലാവസ്ഥ. കാലാവസ്ഥ തന്നെയാണ്. ആ. പക്ഷെ ഇപ്പൊ നമ്മുടെ ചുരത്തിലേക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനകത്ത് കൊണ്ടുപോകാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും പറ്റും. നമ്മള് സൂട്ടും കൺട്രോൾ എൻവയോൺമെന്റ് അതെ, കണ്ടോ നമുക്ക് ഐ തിങ്ക് ഇതിൽ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫൈനൽ തേർഡ് ആണ്. നമ്മൾ അവിടെ ലാൻഡ് ചെയ്യണ റോവർ ആയിരുന്നാലും ശരി, ഇപ്പൊ മനുഷ്യനെ കൊണ്ടുപോകുന്ന ആ ഉപഗ്രഹം ആയിരുന്നാലും ശരി, അത് ലാൻഡ് ചെയ്യണ ആ ഒരു ഫൈനൽ തേർഡ് ആണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ സ്റ്റേജ്. അത് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് അയച്ച പ്രസിഡൻസ് ആയാലും അതിന് മുന്നേ അയച്ച ക്യൂരിയോസിറ്റി ആയിരുന്നാലും ശരി, നാസ അയച്ചത് എനിക്ക് അതിന് ഇതിന്റെ ഇടയിൽ ചൈന അയച്ചിട്ട് തോന്നുന്നു അവർ സക്സസ്ഫുൾ ആയി ലാൻഡ് ചെയ്തു. പക്ഷെ നാസ അയച്ചിട്ടുള്ള കഴിഞ്ഞ രണ്ടും സക്സസ്ഫുൾ ആണ്. സോ ദേ ഓൾറെഡി ഹാവ് ദ ഡേറ്റ. നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് അവിടെ ഇറക്കാം എന്നുള്ള ഡേറ്റ അവരുടെ കയ്യിലുണ്ട് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് നാസക്ക് തന്നെയാണ്. അതിനുള്ള ഡേറ്റയും എല്ലാം നാസയുടെ കയ്യിലുണ്ട്. ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഈ കോളനൈസ് ചെയ്യുന്നതിൽ കുറെ ചാലഞ്ചസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് സീമിംഗ്ലി ഇമ്പോസിബിൾ ആയിട്ടുള്ള പല സാധനങ്ങളും ശാസ്ത്രം കൈവരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 90s ബാല്യകാലം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അന്ന് ഇപ്പൊ ഇന്നത്തെ തരത്തിലുള്ള ക്യാമറകളും ഫോണൊക്കെ ഉണ്ടെന്ന് അന്ന് നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ തോന്നുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് 1/3 ഗ്രാവിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ചില ആൾക്കാർ പറയുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തി, നമ്മൾ ജീവിക്കാൻ തുടങ്ങി, നമുക്ക് ഓക്സിജനും റേഡിയേഷൻ തടയാനുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ മസിൽസ് എങ്ങനെയുള്ള സംഗതി, മസിൽ എങ്ങനെയാണ് നമ്മളുടെ ഡെവലപ്പ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ മാസ് നഷ്ടപ്പെടും. മസിൽ മാസ് ബോഡി ഏറ്റവും പെട്ടെന്ന് ഗെറ്റ് റീഡ് ചെയ്യുന്ന ഒരു സാധനമാണ്, കാരണം എനർജി എക്സ്പെൻഡിച്ചർ ഉള്ള കാരണം. നമ്മൾ അവിടെ ചെന്നിട്ട് 1/3 ഗ്രാവിറ്റിയിൽ നമ്മുടെ ശരീരം ഇങ്ങനെ നിർത്താനെന്നുള്ള ഇത്രയധികം ബലം നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മസിൽസ് ലൂസ് ചെയ്യും. അപ്പൊ മനുഷ്യർക്ക് ഒരു പ്രൊലോങ് ടൈമിൽ അവിടെ നിൽക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകള് മീൻസ് റേഡിയേഷനും ഓക്സിജന്റെ അളവും മാത്രമല്ല, ഈ ഗ്രാവിറ്റി ഒരു പ്രശ്നമായിട്ട് ഭവിക്കും എന്നാണ് പറയുന്നത്. അതെ, അവിടെ ലോങ് ടേം നമ്മളെ ഇലോൺ മസ്ക് പറഞ്ഞ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു നമുക്ക് വിസിറ്റ് ചെയ്ത് വരാം, പോയി വരാം, ചിലപ്പോ മുകളിൽ പോയി വരണ പോലെ. ഈ കോളനൈസേഷൻ അവിടെ നിൽക്കണം എന്നുള്ള പ്ലാൻ ആയിട്ട് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എന്താണ് ആ വാക്ക് പറഞ്ഞ ടെറഫോം ചെയ്യണ്ടല്ലോ. അതായത് പ്രോപ്പർലി, അതായത് അവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇത് പ്ലാനറ്റ് ഹീറ്റ് ചെയ്ത് അവിടെ നിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആക്കിയാലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇലോൺ മസ്ക് പറഞ്ഞ കോളനൈസ്. അതൊക്കെ അദ്ദേഹം ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ടെമ്പറേച്ചർ എങ്ങനെ ഇതില് അതായത് നമ്മുടെ TVസിലേക്കൊക്കെ അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം പറയുന്നത് മൾട്ടിപ്പിൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് നടത്താന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നത്. അതെ, കാരണം നമുക്ക് അവിടെ ടെമ്പറേച്ചർ സർഫേസ് ടെമ്പറേച്ചർ കൂട്ടണല്ലോ. അപ്പോ അതിന് ആള് പറഞ്ഞ ഒരു ഐഡിയ ആണ് നമുക്ക് ന്യൂക്കി എന്ന് പറയുന്നു. പിന്നെ ആള് പറയണത് നമുക്ക് സൂര്യന്റെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് സൂര്യന്റെ രശ്മികൾ റേസ് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുക മാർസിന്റെ സർഫേസിലേക്ക്. അപ്പൊ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല് അവിടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടി കുറച്ചുകൂടി മോയ്സ്ചർ വരും. ഓക്കെ, ആ മോയ്സ്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വന്ന് അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി തിക്കാവും. കുറച്ചുകൂടി നമ്മുടെ എർത്തിന്റെ മായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് തിക്നെസ് മാർസിന് അങ്ങനെ കൈവരിച്ച് അതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ പെർമനന്റ് ആയി താമസിക്കാനോ അല്ലെങ്കിൽ കോളനി ചെയ്യാനോ ഇതൊക്കെ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ഉള്ള തിയറി. അപ്പോഴേക്കും ഇതിന്റെ ബാക്ക് സ്റ്റഡീസ് എല്ലാം എനിക്ക് തോന്നുന്നു നാസ മറ്റേ ഏജൻസികളെല്ലാം ചെയ്യുന്നുണ്ട് തോന്നുന്നു. അവർക്ക് ബെറ്റർ ഐഡിയ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഹയർ ലെവൽ ഇതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മാത്രമല്ല, ഇപ്പൊ വേറെ പലരും ആ ഒരു ഐഡിയ തന്നെയാണ് മുന്നോട്ട്. എനിക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ കേൾക്കുമ്പോ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിലും ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുമ്പോഴേ, ഭൂമിയിലുള്ള മനുഷ്യന്റെ ജീവനെ എങ്ങനെ നശിപ്പിക്കാമെന്നും അതിന് എത്ര പൈസ ആണെങ്കിലും ചെലവാക്കാനും പുറത്തുള്ള ഒരു ജീവൻ കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര കോടി ചെലവാക്കാനും പണക്കാര് തയ്യാറാണ്. അത് ഭയങ്കര വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഭൂമിയിലുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിട്ട് കുറെ പൈസ ചെലവാക്കുന്നു, ആളുകളെ മാർസിൽ ജീവിപ്പിക്കാൻ വേണ്ടി കുറെ പൈസ ചെലവാക്കും. എനിക്കിപ്പോ ചിലപ്പോ ഇങ്ങനെ തോന്നാറുണ്ട്, എന്തിനിപ്പോ എന്താ മാർസിലേക്ക് പോയിട്ട് ഇപ്പൊ ഒരു വിഭാഗം ആൾക്കാര് പറയണേ ഒരുപക്ഷെ നാളെ ആസ്ട്രോയിഡ് വന്ന് ഹിറ്റ് ചെയ്ത് ആ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഹോമോസേപ്പിയൻസ് എന്ന സ്പീഷീസിനെ
എക്സ്റ്റെൻഡ് ആവാതിരിക്കാൻ വേണ്ടി ആ, ഒരു ഒരു രണ്ട് വേൾഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് വേണ്ടി ആ. ചെയ്യാന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഞാനൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നീൽ ഡിഗ്രേസ് ടൈസന്റെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. മാസ് ടെറോഫോം ചെയ്ത് ഇതെല്ലാം ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നേരെ വരുന്ന ആസ്ട്രോയിഡ് തടുക്കാനുള്ള കേപ്പബിലിറ്റി നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ അത്രയ്ക്കും നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. അതെ. അത്ര ടെക് മുന്നോട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ അതെ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന അതായത് ഈ സ്പേസിൽ ജീവിക്കാമല്ല അങ്ങനെയുള്ളതിന് ആൾക്കാർ എപ്പോഴും ഒപ്പോസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനും വളരെ ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റ് കൊണ്ട് ചിലപ്പോ ഈ ഭൂമിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി കൂടുതൽ ആളുകളെ ഇവിടെ എന്താ പറയാ താമസിപ്പിക്കാവുന്ന തരത്തില് ഭൂമിനെ മാറ്റുന്നതായിരിക്കും കൂടുതൽ എളുപ്പം എന്നുള്ള ഒരു വാദഗതി ഉണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ ചില ആളുകള് അവരുടെ എന്താ പറയാ അവരുടെ ചിന്തകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും എലൻ മസ്കിനെ പോലുള്ള ആളുകൾ അപ്പൊ അവരുടെ ആ ഒരു എന്താ പറയാ ബയാസിനനുസരിച്ചുള്ള വാദഗതികൾ ഉന്നയിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മള് മാർസിനെ ഇത്രയധികം സീരിയസ് ആയിട്ട് ഇതാക്കണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മള് മുന്നേ സംസാരിച്ചിട്ടുള്ള ബ്ലൂ ഒറിജിനൊക്കെ വേറെ ഐഡിയാസ് ആണ്. അതായത് എന്താ പറയാ വാസയോഗ്യമായിട്ടുള്ള ബഹിരാകാശ പേടകങ്ങൾ ഉണ്ടാക്കി അതിലാളുകളെ അതായത് ഭൂമിയിൽ ഉൾക്കൊള്ളാൻ ആവാത്തത്ര ജനസംഖ്യ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനത്തെ ബഹിരാകാശ പേടകങ്ങളിൽ ആൾക്കാർ ജീവിക്കട്ടെ എന്നുള്ളൊരു ഇതാണ് അവർ പറയുന്നത് മാർസിന് പകരം.